മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഒരു കാര്യമില്ല. പറ്റിപ്പോയി ചേച്ചാ, നീ ക്ഷമിക്കേ, ഇനി ഉണ്ടാവില്ല. എവിടെ പോയാലും ചോദിച്ചു നടക്കും, ടോയ്ലറ്റ് എവിടെയാ, ടോയ്ലറ്റ് എവിടെയാണ്. വാഷ്റൂം എന്ന് പറയുന്ന എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടാവില്ല. ഇനി ഞാൻ എവിടെ പോയാലും വാഷ്റൂം എന്ന് മാത്രമേ പറയുള്ളൂ. പോരെ, പെട്ടെന്ന് ഓർമ്മ വരണ്ടേ, ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് ശീലായതല്ലേ. ഇപ്പൊ ആരും അങ്ങനെ പറയുന്നില്ലേ? ശരി. വന്നോ? ആ, എന്നൊരു കാര്യം ഉണ്ടായി ചേച്ചാ. എന്താന്നേ? നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അപ്പൊ എന്തായിട്ട് ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ റൂമൊക്കെ അടച്ചു. അപ്പൊ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പൊ റിസപ്ഷനിലെ സ്ത്രീ എന്താണ് അവരോട് പറഞ്ഞു, വാഷ്റൂം എവിടെ, വാഷ്റൂം എന്ന് കാണിച്ചു തരും. അപ്പൊ അവർ ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി, ഒരു വാഷ് ബേസിന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, വാഷ്റൂമാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് തന്നെ അവിടുത്തെ വാഷ്റൂം, വാഷ് ബേസിൻ. ഈ വാഷ് ബേസിൻ റൂമിന്റെ അകത്തായി കഴിഞ്ഞാൽ അത് വാഷ്റൂം ആവണോ, അതല്ല വ്യത്യാസമുള്ള പറഞ്ഞു. നിങ്ങൾക്ക് മുഖം കഴുകല്ലേ വേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മുഖം കഴുകാനില്ല, ഇത്തിരി മൂത്രമൊഴിക്കാനാന്ന് പറഞ്ഞു. പറയാം, മൂത്രമൊഴിക്കാനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞോടെ, ടോയ്ലറ്റ് എന്ന് പറഞ്ഞോടെ, എന്തിനാ ഈ വാഷ്റൂം എന്നൊക്കെ പറയണെന്ന്. ഞാനിപ്പോൾ ആലോചിച്ചൊരു കാര്യം, വാഷ്റൂം എന്നൊക്കെ പറയേണ്ടോർത്താ പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് നമ്മൾ ടോയ്ലറ്റ്, നാലി, മൂത്രപ്പുര തന്നെ പറയേണ്ടി വരും. എത്ര സ്റ്റാൻഡേർഡ് ആയിട്ടും കാര്യമില്ല. എന്തൊക്കെ തൊടിന്യായങ്ങളും പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ കൂടെ വരുമ്പോ വാഷ്റൂം തന്നെ പറയും. നിന്റെ കൂടെ വരുമ്പോഴല്ലേ, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, എന്നെ എന്റെ കൂടെയും കൊണ്ടുപോകില്ല. ഞാൻ ടോയ്ലറ്റ് തന്നെ പറയുള്ളൂ, ഞാൻ വാഷ്റൂം ഒന്നും പറയില്ല. കടുവായെ കിടുവ പിടിക്കുന്നു